ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചലഞ്ചാണ്. അപ്പോൾ എന്താ ചലഞ്ച് നമുക്ക് അമ്മേനോട് അമ്മ എന്താ ചലഞ്ച്? ഞാനൊരു അക്ഷരം പറയും, എന്നിട്ട് കുറച്ച് ചോദ്യം ചോദിക്കും. അപ്പോൾ ആ അക്ഷരത്തിൽ തുടങ്ങുന്നതായിരിക്കണം ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കെ, അക്ഷരം പറയാം. മാ. ഇപ്പം നിങ്ങളെല്ലാവരും, അതായത് നമ്മളെല്ലാവരും അധികമായിട്ട് കഴിച്ചാൽ നമ്മളെ പല്ലിന് കേട് വരുത്തുന്ന ഒരു സാധനമാണിത്. ഏതാണത്? മിഠായി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു പഴമാണ്, ഒരു ഫ്രൂട്ട്. അപ്പോൾ ഇത് നമുക്ക് പച്ചയിലും കഴിക്കാൻ പറ്റും, പഴുത്തിട്ടും കഴിക്കാം. പച്ചയിലായാലും അച്ചാറുണ്ടാക്കാൻ പറ്റും, പഴുത്ത് ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാൻ പറ്റും, അല്ലാണ്ടും കഴിക്കാൻ പറ്റും. അങ്ങനെ കുറേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട്. മാങ്ങ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നല്ലേ സ്കൂളിന് അവധി കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ശക്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ അവധിയായിരിക്കും. എന്തായിരിക്കും അത്? മഴ. ഓക്കെ, മഴക്കാലത്ത് മഴ നല്ലോണം പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്കൂൾ അവധിയായിരിക്കും അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളെ രാത്രിയിൽ ഇര പിടിക്കുന്നല്ലേ, പകലെല്ലാം വിശ്രമിച്ചിട്ട് രാത്രിയിൽ ഇര പിടിക്കുന്ന ഒരു പക്ഷിയുണ്ട്. പക്ഷീൻ്റെ പേരറിയോ? പകലെല്ലാം അത് വിശ്രമിക്കും, രാത്രി അമ്മത് ഇര പിടിക്കുക. ആലോചിച്ച് ഉത്തരം പറയാ. മാന്നില്ല അക്ഷരത്തിൽ തുടങ്ങുന്ന പക്ഷിയായിരിക്കണം. യെസ്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വേണ്ടത്? നമുക്കൊരു ചലഞ്ച് വെക്കാം അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നാ വേണ്ടത്? നിങ്ങൾ കമൻറ്റിൽ ഉത്തരം പറയണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പരശുരാമൻ ഇതെറിഞ്ഞിട്ടാണ് കേരളം രൂപം കൊണ്ടത് എന്നാണ് പണ്ട് മുതലേ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? അപ്പോൾ പരശുരാമൻ എറിഞ്ഞിട്ടുള്ള ആ സാധനം ഏതാണ്? ആരും ഗൂഗിളൊന്നും സെർച്ച് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉത്തരം മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.